എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സൺഫാർമ എന്ന് പറയുന്ന SPARC എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 221 രൂപയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡെയിലി ചാർട്ട് നോക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് അതൊരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് തിരിച്ച് കയറിയിട്ട് വീണ്ടും ചെറിയൊരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ വരുന്നുണ്ട്. സോ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ബൈയിങ് ഓപ്പർച്യൂണിറ്റി റേഞ്ചാണ്. ഏകദേശം 206 മുതൽ 221 രൂപൻ്റെ ഇടയിലുള്ള എല്ലാ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതും ബൈയിങ് റേഞ്ചാണ്. നമുക്ക് ആവറേജ് ചെയ്യാം. 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോയിൽ നിന്നും ഒരു ഹൈയിലേക്ക് നോക്കുന്ന സമയത്ത് 50% താഴെ, അതായത് ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. സോ അവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ നിൽക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, നമുക്ക് ഒരു 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഓൾ ടൈം അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഒരു 472 രൂപ, ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതൊരു ബൈയിങ് റേഞ്ചാണ്. ഇതിൻ്റെ ഒരു 50% താഴെ വരുന്നതെല്ലാം ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ലാൻസർ കണ്ടെയ്നേഴ്സ് ലൈൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. BSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 48 രൂപ 66 പൈസയിലാണ് നിൽക്കുന്നത്. സോ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. പ്രീവിയസ്ലി നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോർഷനിലേക്ക് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു സ്വീറ്റ് സ്പോട്ടും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് മാർക്കറ്റ് റീട്രേസ് എന്ന രീതിയിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് എത്തി തിരിച്ച് മുകളിലേക്ക് കയറുന്ന ആ ഒരു ടൈമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഞാനിതിന് മുമ്പ് ഇട്ട വീഡിയോസിൽ ഈ പറയുന്ന 1-2 സ്റ്റോക്കുകളെല്ലാം ഓൾറെഡി വന്ന് നമുക്കൊരു 10% അച്ചീവ് ചെയ്ത സ്റ്റോക്കുകളാണ്. നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 10% അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിൽ നമ്മളൊരു 10% അച്ചീവ് ചെയ്യാൻ ഉള്ള ഒരു ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതല്ല ലോങ് ടേം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 320 രൂപ 60 പൈസയാണ്. ഓക്കെ, ഇത് നമുക്കൊരു ഏറ്റവും ഓൾ ടൈം ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഏകദേശം 690, അതായത് 690 രൂപയാണ് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഈ ലോ എന്ന് പറയുന്നത് 315 രൂപ ബ്രേക്ക് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് കയറുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ലിക്വിഡിറ്റി ഈ ഒരു ലോയിലിട്ട സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡേഴ്സ് എല്ലാം ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, സോ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം തിരിച്ച് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് ഇവിടെയുള്ള ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്ന് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ചെറിയൊരു FEG ഉണ്ട്. ആ ഒരു FEGയിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം തിരിച്ച് താഴെ ഇറങ്ങി വീണ്ടും ആ ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ലോങ് ടേം എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ, നമ്മൾ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് നിൽക്കുന്ന പ്രൈസിൽ നിന്നും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പുള്ളിങ്ങിലേക്ക് പോകുന്ന സ്റ്റോക്കുകളാണ് കൂടുതലും പറയുന്നത്. ഓക്കെ, ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൽകിക്കഴിഞ്ഞാൽ മേ ബി മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ പോലും ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരാം, ഒരു കറക്ഷൻ എന്ന രീതിയിൽ മാർക്കറ്റ് വരാം, മേ ബി മാർക്കറ്റ് ക്രാഷ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് തിരിച്ച് തിരിച്ചിറങ്ങിയിട്ട് കയറാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് എന്ന രീതിയിൽ നോക്കിയിട്ട് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും റിസ്ക് കുറവ് അല്ലെങ്കിൽ റിസ്ക് മാക്സിമം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ലെവലിലുള്ള സ്റ്റോക്ക് വാങ്ങുന്നത്. അതായത് പ്രീമിയം ഡിസ്കൗണ്ട് എന്ന രീതിയിൽ നോക്കിയിട്ട് ഡിസ്കൗണ്ട് ഏരിയയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ നോക്കിയിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. ഓക്കെ,
അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സായി സിൽക്സ് എന്ന് പറയുന്നൊരു NSEയുടെ ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കും എന്താ പറയുക, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്നും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 170 രൂപ 59 പൈസയാണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി മാർക്കറ്റ് ഈ ഒരു 50% മാർക്കറ്റ് വന്നിട്ട് കയറും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ നിന്നും തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി വീണ്ടും അവിടെ നിന്നൊരു നല്ലൊരു പുൾ ബാക്ക് തന്നു. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു പുൾ ബാക്ക് തന്ന ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ട് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. മേ ബി ഈ ഒരു OBയിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു FEGൻ്റെ ഒരു 50% ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഇതെല്ലാം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി റേഞ്ചാണ്, ഇതെല്ലാം ഒരു ബൈയിങ് റേഞ്ചാണ് ഈ എൻ്റയർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അറൗണ്ട് 157 രൂപ മുതൽക്ക് 169 170 രൂപ എന്ന് പറയുന്നത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി റേഞ്ചാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കാംലിൻ ഫൈൻ സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 103 രൂപയിൽ നിൽക്കുന്നുണ്ട്. ഇതും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് OBയിലേക്ക് വന്നിട്ടുണ്ട്. ഇനീഷ്യലി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മുമ്പത്തുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. സോ ഒരു 10% ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് ആ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ട് തിരിച്ച് മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു 70.58 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് വീണ്ടും ഒരു സർട്ടൺ പെർസെൻറ്റേജ് മോർ ദാൻ 25% മുകളിൽ ഇവിടെ മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സോ ലിക്വിഡിറ്റീസ് മാക്സിമം ടേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ നൽകി, ഇവിടെ ലിക്വിഡിറ്റി എടുത്ത ശേഷമാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ട് തിരിച്ച് താഴെ ഇറങ്ങിയിരിക്കുന്നത്. സോ കാംലിൻ ഫൈൻ സയൻസ് എന്ന് പറയുന്ന ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇവിടെയുള്ള ഇത്രയും ഭാഗങ്ങൾ ഇതെല്ലാം ലിക്വിഡിറ്റി ഏരിയാസാണ്. ഇതൊരു FEG ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതെല്ലാം ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, നമുക്ക് 10% അച്ചീവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ആവറേജ് ചെയ്താണ് ആ ഒരു 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്നുണ്ട്, ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ. ഓൾറെഡി 1-2 സ്റ്റോക്കുകൾ നമ്മൾ ഇനീഷ്യലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സ്റ്റോക്കുകളാണ്. അത് ആ ഒരു 10% അച്ചീവ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് വീണ്ടും റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് വീണ്ടും ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.